ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ZB റിഫ്ലെക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് അലൻ വേക്കിൻ്റെ അടുത്തൊരു പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ഈ ബാർബറ മറ്റേ ആ ഒരു കറുത്ത ഡ്രസ് ഇട്ട് ഒരു അമ്മൂനെ പോലെ ഇരിക്കണ അതാരാണെന്ന് വെച്ചാൽ ബാർബറ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർ ഇവിടെ ആ കോൾഡ്രൻ ലേക്കിൽ തന്നെ മരിച്ചതാണ്. തോമസ് സെയിൻ എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ടായി. അപ്പോൾ ആ റൈറ്ററായിട്ട് പ്രണയത്തിലായിരുന്നു. ഇവരെന്തോ ഒരു ആൾക്കാർ കറപ്ഷനിൽ ആ ഐലൻഡ് മുങ്ങിയപ്പോൾ അവർ അതിനകത്ത് പെട്ട് മരിച്ചെന്നാണ് നമുക്ക് കഴിഞ്ഞതിൽ മനസ്സിലാകുന്നത്. അതുപോലെ നമ്മൾ വെയ്ക്ക് റോസിൻ്റെ അടുത്തോട്ട് ചെന്ന് അപ്പോൾ ഈ ബാർബറ ആണ് ഇപ്പോൾ ആ ഡാർക്ക് മാറ്റർ കൺട്രോൾ ചെയ്ത് അവരാണ് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അവർ റോസിനെ കൺട്രോൾ ചെയ്ത് നമ്മളെ ട്രാപ്പിലാക്കാനായിരുന്നു. ചായയിൽ മറ്റേ സ്ലീപ്പിംഗ് ഇങ്ങിൻ്റെ ഇത് കലക്കി നമ്മളെ ബോധം കെടുത്തിയിട്ട് പോലീസുകാർ വന്നിട്ട് അതിനകത്തൊരു ഏജൻറ്റ് ഉണ്ടായി, FBI ഏജൻറ്റ് അലനെ കൊല്ലാൻ നോക്കി. അതൊരു സിറ്റിസൺ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു വാണിംഗ് ഒന്നും ഇല്ലാണ്ട് നേരെ അലനെടുത്ത് ഷൂട്ട് ചെയ്യാണ് ചെയ്തത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മ ഇങ്ങാട് തന്നെയാണ് ഓടി എത്തിയത് കേട്ടോ. കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നണം. എഡിറ്റ് ചെയ്യാൻ പറയുള്ളൂ കറക്റ്റ് എവിടെയാണ് വോയിസ് കട്ടായതെന്നൊക്കെ. അത് കാൽസക്കയുടെ ഗ്യാസ് സ്റ്റേഷനാണോ? എനിക്ക് അത് കണ്ടിട്ട് അതുപോലെ ഉണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് വ്യൂ കിട്ടുമല്ലോ നമുക്ക്. ഇതിപ്പോ ഹെലികോപ്റ്റർ കത്തിയത് വേറെ എന്ത് മല, അവിടെ ഒരു ഹൈവേ കാണാനുണ്ട്. പറഞ്ഞൊരു നമ്മ ബാരിനെ അവിടെ കൊണ്ട് കിടത്തിയിട്ടാ വന്നത്. അവനെ പോലീസുകാരെന്തൊക്കെ ചെയ്യുമെന്നാവോ, നമ്മളെ കൊല്ലാൻ നോക്കി. പിന്നെ ബാരിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എടാ കാണുന്നത് കിട്ടാ ലൈറ്റിന്റെ അവിടെ, അതൊക്കെ നോക്കാൻ സമയം പോവും. എന്നാലും നോക്കാം. I could see the lights of the radio station in the distance. പറഞ്ഞ പോലെ റേഡിയോ ഞാൻ എവിടെ വെച്ചാൽ കട്ട് ചെയ്യുന്നുണ്ടില്ല. നമ്മൾ നേരത്തെ റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ ഓൺ ആക്കിയാൽ എന്തെങ്കിലും ഉണ്ടാവും. യൂസ് This is James. Mulligan, Thornton, come in. Over. Thornton here. James, we got both Wheeler and Rose in custody. They didn't put up a fight or anything. Why, they were... Hey, Mulligan, what are you doing? Come on! Sit down and give me that. James, Mulligan here. Over. Go ahead, Mulligan. Over. We got Wheeler and Rose here. Wheeler's drunk or hopped up on something. Speaking of which, that Fed had a pretty distinctive whiff of Otis Scotch about him, if you know what I mean. Over. I don't have anything on that, Deputy Mulligan. Over. Well, whatever. Anyway, Rose is just being plain weird here. You better get Doc in to take a look at both. ഓക്കെ, വീലർ You better get them here quickly. നമ്മുടെ ബാരിയാണ്. ബാരി വീലറാണല്ലേ. ബാരിനെ അവരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്ന ബാരിയും റോസും സേഫ് I ആണെന്നാണ്. imagined that the broadcast tower in the distance was part of the local radio station. Maine seemed like a decent guy. Perhaps he could give me directions to the coal mine. നമ്മുടെ പുറകിൽ വന്ന പോലീസുകാരനൊക്കെ തീരുമാനമായി. Unnatural shadows clung to the gate. The darkness that was after me was trying to stop me. I wouldn't get through without a light. ഓക്കെ, പെട്ടെന്ന് എന്താ ഷാഡോ പോലത്തെ ഒരു സംഭവം ഗേറ്റിൽ വന്നത്. നമുക്ക് അങ്ങാട് കടക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ലൈറ്റ് വേണം. There was no power to the searchlight. എന്തെന്നാണ് നോക്കണേ. ആ സെർച്ച് ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ മുകളിൽ നമുക്ക് ആ ഫോക്കസ് അടിച്ചപ്പോൾ കണ്ടേ, പക്ഷെ അതിന് പവറും ഇല്ല. പവർ വരുത്താൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. മിനിമം ഒരു തോക്കെങ്കിലും കിട്ടണം എനിക്ക്. ഓ, എന്താ വെള്ളോ നമ്മ ഇതിനുള്ളിൽ കയറ്റി വരണ.
The old generator conked out. I'd have to see if I could fix it and try again. ജനറേറ്റർ പഴയ സാധനം എന്താണ് ഇതായിപ്പോയി. ഓ ചവിട്ടിയാ നന്നാവൂല്ലേ. സബാഷ്. ഇങ്ങനെ കിടന്നുള്ളതുമ്പേ അപ്പൊ എനിക്ക് തോന്നണം ഇനിയും ഇതാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തായാലും ആ പൊസിഷൻ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്തതിന് കിട്ടും നമുക്ക്. ചീത്ത എന്തെങ്കിലും കാണിക്കും. ഓക്കെ, നമുക്ക് ആ വഴി കിടക്കാം. ഗണ്ണും സാധനവും കിട്ടിയിട്ടുമില്ല. ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്നാവും. ആണെങ്കിൽ ഈ അലന് സ്റ്റാമിന എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. സബാഷ്. അടുത്തത് ടോർച്ച് കിട്ടി. ടോർച്ച് കിട്ടി. ഓക്കെ, ടോർച്ച് കിട്ടി. ഞാൻ നോക്കണത് ഗണ്ണിനാണ്. ഗൺ തോന്നണ ഇതുപോലെ തന്നെ പോകുമ്പോൾ ഗണ്ണും കിട്ടുമായിരിക്കും. എന്തായാലും നമ്മൾ അങ്ങോട്ട് കടത്തി വിടാൻ ആ ഷാഡോ സമ്മതിക്കണില്ല. It took me a moment to recognize the flashbang grenades. They were an ideal weapon for my situation. Team 1, come in. Over. Sabash. Enemies near. Team 1, this is Sheriff Breaker. Report. Over. ഫ്ലാഷ്ബാങ് അടിക്കുമ്പോൾ നമ്മളും 2, come in. I need a report. Over. നമുക്കും കിട്ടില്ല പണി. Come on, guys. Talk to me. Come in, please. Over. അവന്മാര് വന്നതിന് ഫ്ലാഷ് ബാങ് ഇടാ, അടിച്ചൊടിക്കുക. ലിമിറ്റഡ് ഫ്ലാഷ് ബാങ്ക്സ്. വേറെ സാധനം ഇല്ല നമ്മുടെ അടുത്ത്. ഓക്കെ, പ്രസൻസ് തോന്നി തുടങ്ങി. ഓക്കെ, ലൈറ്റിനുള്ളിലോട്ട് കയറട്ടെ. ഞാൻ ഇടക്ക് വഴി തെറ്റിപ്പോണ്ട്. അതാണ് മെയിൻ പ്രശ്നം. ഫ്ലാഷ് ബാങ്ക്സ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ പ്രാവശ്യം ഇല്ല. ബാറ്ററിയും കിട്ടി. എനിക്ക് വഴി തെറ്റിപ്പോണ കാര്യം പറയാം. ഈ ആൾക്കാർ വരുമ്പോഴേക്കും ഞാൻ കാടിലേക്ക് വഴിന്നല്ല കാടിലേക്ക് കയറും. അവിടെ നിന്ന് പിന്നെ കറക്റ്റ് സ്ഥലത്തേക്ക് ഞാൻ നീങ്ങില്ല. അതാണ് എനിക്ക് എപ്പോഴും പറ്റണ പണി. എടാ, തിരിയാൻ പറ്റണ്ടേ? അയ്യോ, കറക്റ്റായിട്ട് ഇട്ടില്ല ഞാൻ മര്യാദ. അല്ലെങ്കിൽ ആ മൂന്നാമത്തെ ഒരുമിച്ച് കിട്ടിയാണ്. ഡാർക്ക് സ്ലീപ്സ് ഇതെല്ലാം വായിച്ചാണ്. ഡാർക്ക് പ്രസൻസ്. Touched by the dark presence, Rose was lost in a dreamland where everything was drawn in black and gray crayons. The old lady had promised her that all her wishes would come true. She would be Alan Wake's muse. She was smiling so hard it hurt her face. She crushed a bottle full of sleeping pills into the coffee. Deep down inside,
She was screaming in terror. എടാ റോസിനെ കുറിച്ചാണ് ഇപ്പൊ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാൾസ്റ്റക്ക് അവരെ പോലെ റോസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംശയം. ഓക്കെ, നെക്സ്റ്റ് എനിമീസ് വരാറായി. പോലീസുകാരനല്ലേ? ഓക്കെ, 3 പേര് അടുത്ത് വന്നിട്ടുണ്ട്. ആണോ എന്നൊരു ഡൗട്ട്. കാരണം പോലീസുകാരെ പോലെ എനിക്ക് തോന്നി. അവിടെ ഇത് വഴി പിങ്ങാടായ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി. ഫ്ലാഷ് ബാങ്ക് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ തോക്ക് ഇല്ലെന്ന് തോന്നുന്നു. കണ്ട ഡെപ്യൂട്ടി എന്ന് പറയണ ഇതിൽ കണ്ടോട്ടാ. ഇവിടെ 3 പേര് അടുപ്പിച്ചടുത്തോട്ട് കൊണ്ടുവല്ലോ. എടാ കടന്നില്ല. ശേ, പീസോ ഇത്തിരി വലുതാ. ഓ ഭാഗ്യം. ടോർച്ച് വെച്ച് ഞാൻ അവൻ്റെ ആമർ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായി. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പണിപ്പാളി. I hope Maine could lend me a car to get to the coal mine. എടാ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഈ നമ്മ ഈ പോണ സമയത്ത് എന്ത് കാര്യത്തിലാണ് ഇവർ കോപ്പി ഇട സാധനം തന്നെ എന്നാണ്. അത് എപ്പോഴെങ്കിലും എഴുതി കാണിച്ചാണോ എനിക്ക് മനസ്സിലാവണില്ല എന്താ ഉപയോഗം. റേഡിയോ സ്റ്റേഷനിൽ എത്തിനായിട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ലല്ല. Well, thank you very much for that compassionate viewpoint, Lorna. Oh, here's a little surprise. The famous writer Alan Wake just walked in. Folks, I'm going to see if I can talk him into an interview. Boss. Come on in, Mr. Wake. Oh, I'm so glad you could find the time to do this, Mr. Wake. Nowhere to run now, Dan Brown. You back away from me. Don't hurt. Whoa. Everyone calm down. Put the gun down. We're all friends here, right? Cool your jets, Nightingale. We got him. What the hell's the matter with you? There's a civilian in there. എന്തൊക്കെ പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് ഓർഡർ ഉണ്ട് കേട്ടോ. I had fallen off so many cliffs it was ridiculous. That's what you get for naming a book The Sudden Stop. It was probably good I hadn't had the chance to tell Maine where I was going. I'd have to... Nightingale stared through the broken studio window into the dark woods. He turned around, started to walk out, but Maine grabbed his arm. "Young man, you almost shot me. You don't shoot off rounds at people like that. What's the matter with you?" Nightingale shook his arm free, marched out, his cheeks burned with rage and humiliation. Lose the cops and find my own way to the mine. Okay, mine നമുക്ക് കണ്ടുപിടിക്കണം.
പ്ലെയർ കിട്ടി. എടാ ഞാൻ ചോദിക്കണേന്ന് വെച്ചാൽ ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം? നമ്മൾ അവന് ഓ ഇനി ഏതവനാണെന്ന് വെച്ചാ വന്നോ, എനിക്കൊരു കുഴപ്പമില്ല. എന്നില്ല തോക്ക് കിട്ടി മോനെ. അരമണ്ടൻ ഇവിടെ ലൈറ്റ് എത്തിച്ചോട്ടേക്കണ അവന് കണ്ടുകൂടെ? എടാ FBI ഏജന്റ് നമ്മളെ കാണുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ നമ്മ വരാന്ന് പറഞ്ഞത് ഇരുന്നേച്ചാണ്. പെട്ടെന്ന് മറ്റേ ആള് വിളിച്ചു. അപ്പൊ സാധാരണ ഒരു കാള് കാണണമെങ്കിൽ ഒരു കാര്യം പറയണമല്ല. ഒരു കാര്യം പറയാണ്ട് എടുത്തിട്ട് നേരെ ഗണ്ണെടുത്ത് വെടിവെക്കലാ പരിപാടി. എനിക്ക് മനസ്സിലാവുള്ളൂ ഇവൻ എന്താ ഉദ്ദേശിക്കണേന്ന്. എന്തിനാ അലനോട് ഇത്ര പ്രതികാരം അതിൻ്റെ? ഓക്കെ, ഫ്ലാഷ് ടാങ്ക്സ് ആവശ്യമുള്ളത് യൂസ് ചെയ്യാം. അവിടെ നിന്നൊരു പച്ചക്കളറാണ്. എൻ്റെ ആർമർ പൊട്ടി. ആർമർ പൊട്ടിക്കഴിഞ്ഞാൽ ചിലവരെ 3 ഷോട്ട്, ചിലവരെ 2 ഷോട്ടിന് വെച്ച് കിട്ടും. There was no sensible reason for the power company work lights to be here. It was almost as if they'd been left for someone like me to use. ഓ നമുക്ക് റിവോൾവർ ആമോ കിട്ടി. റാമോ എന്ന് പറയാൻ പറ്റില്ല, റിവോൾവർ തന്നെ കിട്ടി. വൗ, ഷോട്ട് ഗൺ വേണ്ട. എടാ ഞാൻ മറ്റേ പുറകിൽ നിന്ന് ആൾക്കാരെ കണ്ടില്ല. ഓ അവനാ ഫ്ലാഷ് ബാങ്കി തീർത്തരാ. ഷോട്ട് ആദ്യം നീ എത്തെങ്കിലും രണ്ടാമത് ഞാൻ ഷോട്ട്. അങ്ങനെ റിവോൾവർ ആമോടെ ആദ്യത്തെ തീരുമാനമായിട്ടുണ്ട്. എടാ ഇവിടെ ഒരു ഈ തെർമോസിന് വരും എനിക്കൊരു റിവോൾവറിന്റെ ആമോ വെച്ചെങ്കിൽ എന്തൊരു ഉപകാരമായിരുന്നു. Sarah trusted her gut, and her gut said Agent Nightingale was an asshole. Yep. He felt wrong, and it wasn't just the smell of stale booze. It was in the way he flashed his badge, pulled rank, the look in his eyes when he wanted answers. Where was Alan Wake? What was this about an accident? Where was his wife?
And most importantly, why did she let Wake go? He wouldn't answer her questions. Federal business was all he'd say. ഓക്കെ ഈ മറ്റേ സാറ നമ്മുടെ ഷെറിഫ് ചോദിച്ച് എന്തിനാണ് ഈ അലനെ നീ പുറകെ കിടക്കണത്, അവന്റെ വൈഫ് എന്താണ് ഉദ്ദേശിക്കണെന്ന് ചോദിച്ചിട്ട് അവൻ പറയണത് ഇത് ഫെഡറൽ ബിസിനസിന്റെ കാര്യം മാത്രം എന്നാണ്. എടാ ഒരു കാര്യം പറയാണ്ട് ഇരുന്നിട്ട് വെറുതെ വന്നടിക്ക. ട്രെയിനിൽ കയറണോ? ഭാഗ്യം. ഒരു കാര്യമില്ലാണ്ട് വന്നിട്ട് നിനക്കാരടാ പേരെടുത്ത കോള്. Hello? The most stubborn man I've ever met. Alice? Alice? ആലിസ. Alan. I'm so afraid. Keeps me in the dark. Please help me. I look at you, Alan, and it's not you. Something else. Looking out from behind your eyes. Alice, I'm here. I'm so alone here. It's all gonna go to hell. You need to be careful. Cooperate. The connection had been terrible, but that wasn't the only thing that hadn't been right with the call. She sounded wrong somehow, but she had called me. അതെ, ആലിസിന്റെ സംസാരം അത്ര ഒരു ഇതായിട്ട് തോന്നല്ല. The pipe wrenched itself loose from the bridge's steel framework. Wrapped in darkness, it floated in midair, twitching. For a moment, I didn't understand what I was looking at. The heavy object lurched at me with impossible force. I threw myself out of the way, but just barely. When I turned my flashlight on it, it shook in a dark rage before it flew at me again. എടാ ഒരു പൈപ്പ് പോലത്തെ സംഭവം അതിനകത്ത് ആ ഡാർക്കിന്റെ നമ്മ ഗേറ്റിൽ കണ്ടില്ലേ അവിടെ, അത് അലംബേക്കിന്റെ മേളിലോട്ട് വന്ന് വീണെന്നാണ് പറയണത്. അപ്പോ എന്തൊക്കെയോ നടക്കാൻ പോണ്ട് ഇവിടെ. ദൈവമേ, ആ സാധനമൊക്കെ വന്ന് മണ്ടയിലോട്ട് പൈപ്പും കഷ്ണമൊക്കെ വന്ന് വീണ ആള് തട്ടിപ്പോ. ഓക്കെ, ഓർഗനാണോ ഫ്ലവർ ആയിരിക്കും. അത് ലാസ്റ്റ് പ്ലെയർ ആദ്യം പുറത്താള്. അവിടെ സാധാരണ ഇങ്ങനെ നമ്മൾ ഇടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇവന്മാര് വരാറുണ്ടായില്ല. കണ്ടോ? ഇവർക്ക് സ്പീഡ് കൂടുതലാ. ഇവർക്ക് സ്പീഡ് കൂടുതലാ, പക്ഷെ ഇതില്ല, ഹെൽത്ത് ഇല്ല ഇവർക്ക്. അതാണ് 2 പുള്ളി തന്നെ കാള് തീരും. അത് ഹെഡ് കൊടുക്കണമെന്നില്ല, അത് ഹെഡ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കാറില്ല. I could see a railway bridge up ahead and a warehouse of some sort on the opposite shore. I hoped I could find a car from there. ഇവിടെ ഫോളോ എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഫോളോ കണ്ടോ? നമ്മുടെ ശ്വാസം തന്നെയാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ? എന്തായാലും ആലിസിന്റെ ആ സംസാരം അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആലിസിൻ സംസാരിച്ച പോലെ അല്ല എനിക്ക് തോന്നിയത്. ഇതാണോ മറ്റേ മാനുസ്ക്രിപ്റ്റിൽ പറഞ്ഞത്? The darkness that was pursuing me was growing stronger, and it was taking over everything in its path.
എടാ ഇത് എന്തൊക്കെയാ നടക്കണം? എനിക്ക് എങ്ങനെയെങ്കിലും അപ്പുറത്തോട്ട് എത്തണം. ശരിയാവൂല ഇത്. ഇവിടെയൊക്കെ നിറച്ച് കമ്പിയ. കുട്ടി വയ്ക്കുമ്പോൾ ഉപദ്രവിക്കൂലല്ലോ എന്തായാലും. ഓക്കെ. I slammed the door shut right in his smug face. He pleaded for me to open the door. True to form, the asshole actually thought I would obey. I had no sympathy left, no guilt either, not for him. I took a moment to savor the scream. I bet I had a smile on my face. It was all that I had time for. The dark presence was inside the lodge with me. ഒരാള് രക്ഷിക്കുന്ന പറയാനുണ്ട്. പക്ഷേ ആ നമ്മുടെ ഒരു ഡാർക്ക് ഒരു ഇത് ഉള്ളതുകൊണ്ട് നമുക്ക്. As a teenager, just starting to get interested in writing. Stephen King had been a source of inspiration to me. I thought about all the inanimate objects that had come to life in his books. No one is safe in a good horror story. Certainly not the protagonist. That's what makes them fun. This was anything but. The darkness could possess anything, and it was getting closer. നമുക്കെന്തോ വലുതൊന്ന് നടക്കാനിരിക്കുന്നു. എന്തായാലും നോക്കാം. അയ്യോ ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. ഓപ്പണ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അടിയോടടി അവിടെ. വേറെ വഴി ഉണ്ടായില്ല. ഫ്ലാഷ് ബാങ്കിന്റെ ഓർമ്മയുള്ളൂ. നോക്കി ഉപയോഗിക്കണം എനിക്ക്. ഇൻ ലൈറ്റ് യു ക്യാൻ ഹേർട്ട് ദം. ആദ്യമായിട്ട് പറഞ്ഞു തന്നെ ഒരു അവസ്ഥയ്ക്ക് പോയിട്ടത്. അപ്ലൈസ് ഒന്നെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ മേളിലോട്ട് കയറാം. ഫ്ലെയർ എടാ റിവോൾവർ ആമൊക്കെ ഫുള്ളാണെന്നല്ലോ. We take the facts of our existence for granted, unaware that they are merely a thin veneer of desperate self-delusion, covering the vast cosmos of madness and ആ ടി വി ഒരു ആവശ്യമില്ലാത്ത സാധനമായിരിക്കും. the stars are right. In Night Springs. Okay. Rose touched by darkness. ഏതാ കിട്ടിയ presence ഇതൊക്കെ വായിച്ചല്ലേ? Nightingale in radio station അതല്ലേ? Nightingale stared through the broken studio window into the dark woods. He turned around, started to walk out, but Maine grabbed his arm. "Young man, you almost shot me. You don't shoot off rounds at people like that. What's the matter with you?" ഓ ഇത് വായിച്ചതാ. Rose touched by wake possess object അതൊക്കെ നടന്ന. സാറ ഡിസ്കൈസ് നൈറ്റ്ഗെയിൽ. The Nightingale in radio station. Dark person sleeps. For decades, the darkness that wore Barbara Jagger's skin slept fit. Sarah trusted her gut, and her gut said, Nightingale stared through the broken studio window into the dark woods. He turned around, started to walk out, but Maine... Touched by the dark presence, Rose was lost in a dreamland where everything was drawn. The darkness surged towards me, sucking everything loose from the ground into its depths, tugging at my clothes. I saw the flare the kidnapper had dropped and threw myself towards it just as I felt my feet leave the ground. The darkness embraced me with the force of a tornado. Somehow I managed to light the flare. The darkness roared and cast me away. I fell toward the dark waters of the lake far below. Tornado. ഒരു മിനിറ്റ് ഞാൻ ചെയ്തേക്കട്ടെ.
അയ്യോ രണ്ടും തീർന്നു ഓ എടാ എനിക്ക് എന്തോ സാധനം കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടാണ് മനസ്സിലാവില്ല അവന്മാരെ ആൾക്കാർക്ക് തന്നെ സ്പീക്കുണ്ട് അത് കുഴപ്പമില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കാറുണ്ടല്ലോ അവിടെ എന്താ തുറക്ക് എടാ സമയമില്ല തുറ സോറി മാൻ പൊളിച്ചു വരുന്നോട് I had never been this glad to see the sunrise. I had a couple of hours to get to the coal mine. രാവിലെ കോപ്പിറൈറ്റ് ഉണ്ടോ The coal mine wasn't far now. പറയാമല്ലേ കോപ്പിറൈറ്റ് അടിച്ചു തരുമോ മാതിരി Today, I would meet the kidnapper, and he would give me Alice. I wouldn't give him any other choice. A drowning man will clutch at a straw. Little by little, without realizing it, I'd come to believe that the story in the manuscript was coming true. The current of its narrative had taken me deeper and deeper into dark waters. Alice had been taken from me. Barry was probably in jail. I was a fugitive from the FBI. The whole world taken over by the dark presence was trying to destroy me. It all felt real, but it matched a textbook case of insanity. ഞാൻ റീസ്റ്റാർട്ട് ചെക്ക് പോയിന്റ് അടിച്ച് വെറുതെ അവിടെ പോയി അവരെ നടന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഈ വഴി വരാലോ ഒക്കെ തന്നെ കറക്റ്റ് വഴി പോലീസ് വണ്ടി അല്ലേ ഞാന്മാര് പോലീസ് വിളിച്ചെന്ന് അറിയോ നമ്മ എന്തായാലും ആലിച്ചനെ പൊക്കാന്ന് ആലിച്ചൻ്റെ അടുത്തോട്ടാണ് പോണത് ആ കിഡ്നാപ്പേഴ്സിൻ്റെ അടുത്ത് കുറേ ദൂരം ഉണ്ടല്ലോ അത് ഇരുട്ടായി വന്നിട്ടുണ്ടോ എനിക്ക് തോന്നിയതാ നമ്മ രാവിലെയാണെന്നാണ് കണ്ടത് തോന്നിയതാ I was early. I was supposed to meet the kidnapper at noon in the main building. The coal mine was quiet. It was a museum now. ഓ നമ്മ നേരത്തെയാണ് കാരണം ഉച്ചക്കെത്താനാ പറഞ്ഞത് ഞാൻ കാര്യം വിട്ടുപോയി നമ്മൾ പറഞ്ഞത് ഉച്ചക്കെത്താനാണ് പറഞ്ഞേക്കണം
Sarah With in a radio Nightingale station. gone and the night wind blowing in through the broken studio window, Maine stared at Sarah. The sheriff looked away. അതൊന്നും വായിച്ചതാ. എടാ ഇപ്പൊ മിസ്സിംഗ് പേജ് അൺറീഡ് ഏതാ? ഓഹോ ഇത്രയുണ്ട്. അൺറീഡ് ഇങ്ങനെ കാണിക്കും, പക്ഷെ അൺറീഡ് എവിടെ? ഫൈൻ പേജ് ഡിഫിക്കൽട്ടി മോഡ്. നമുക്ക് അൺറീഡ് ഇപ്പൊ കിട്ടിയതൊക്കെ ഏതാ? മനസ്സിലാവണ്ട, കൺഫ്യൂഷൻ ആണ്. മ്യൂസിയം എൻട്രൻസ്. ഇപ്പൊ ഈ കോൾ മൈൻ എന്താണ് ഒരു മ്യൂസിയം ഒക്കെയാണ്. 1970 eruption below Golden Lake while 11 mine across the mine damage products to mine. ഓ മറ്റേ ഗോൾഡൻ ലേക്കിലുണ്ടായ ആ ഒരു ഇത് കാരണം, ഒരു ഇറപ്ഷൻ കാരണം ഇവിടുത്തെ കോൾ മൈനൊക്കെ ഉണ്ടായ ടണൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് ഇവിടെ ഒരു മ്യൂസിയം പോലെ ഇങ്ങനെ വരുമ്പോ എനിക്ക് I didn't want to go outside. Cops had to be looking for me. The noon sun turned the place into a sauna. The day dragged on. Different scenarios ran through my mind. Ways of how I'd torture the kidnapper to get Alice back. Or the different horrible things he could have done to her. I imagined her dead. I had no way of knowing she was still alive. It was killing me. I was running on blind hope. It was all a waste of time. ഞാൻ The കുറച്ച് ശബ്ദം bastard കുറച്ചതാ never showed up. മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടിയാലോന്ന് ചോദിച്ചിട്ട്. ഇവന് വൈകുന്നേരം വരെ കാത്തു നിന്നിട്ട് അവൻ എത്തിയില്ലട്ടോ ഇവിടെ കോൾ മൈനിൽ. ഇപ്പൊ രാത്രിയായി.